Jungle. അസ്സലാമു അലൈക്കും. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും N4 ബുക്സിലേക്ക് സ്വാഗതം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറം നാടുകളിൽ നിന്നും തീർത്ഥാടകർ മക്ക ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. വർഷത്തിൽ ഒരു തവണയായിരുന്നു മക്കയിലേക്കുള്ള വലിയ തീർത്ഥാടന യാത്ര ഉണ്ടായിരുന്നത്. തീർത്ഥാടനങ്ങൾ വർദ്ധിച്ചതോടെ മക്ക തിരക്കുള്ള ഒരു പട്ടണമായി മാറി. ഇസഹാക്കിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരും മക്കയെ വലിയ ആദരവോടെയാണ് പരിഗണിച്ചിരുന്നത്. ഇസഹാക്കിൻ്റെ സന്താനങ്ങൾ മക്കയെ ദൈവത്തിൻ്റെ വിശുദ്ധ ഭവനമായി കണ്ടു. ഇസ്മായിലിൻ്റെ സന്താനങ്ങൾ വളർന്ന് വലിയ സമൂഹമായി കൊണ്ടിരുന്നു. ഇസ്മായിലിൻ്റെ പിൻതലമുറക്കാർ മക്കയിലെ കാബ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ നിന്നും ചെറിയ കല്ലുകൾ ശേഖരിച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അവർ ആ കല്ലുകളെ ഭക്തിയോടും ആദരവോടും കാണുവാൻ തുടങ്ങി. ഭംഗിയുള്ള കല്ലുകൾ പലർക്കും ഇഷ്ടമൂർത്തികളായി മാറുവാൻ തുടങ്ങി. ഇവരുടെ പൗരാണിക വിഗ്രഹത്തോടൊപ്പം ഈ കല്ലുകളെയും ഈ സമൂഹം ആരാധിച്ചു തുടങ്ങി. അക്കാലത്ത് ദൂരനാടുകളിൽ നിന്നും കാബ സന്ദർശിക്കുന്നവർ അവരുടെ സ്വന്തം വീടുകളിലെ വിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. തിരിച്ചു പോകുമ്പോൾ ഈ വിഗ്രഹങ്ങൾ കാബയുടെ കാഴ്ചപ്പുറത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോയിരുന്നത്. അങ്ങനെ കാബ വിഗ്രഹങ്ങളാൽ അലങ്കരിക്കപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് ജൂത സമൂഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. വിഗ്രഹങ്ങൾ കാബയെ അലങ്കരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മക്കയിലേക്കുള്ള തീർത്ഥാടനം ജൂതജനത അവസാനിപ്പിച്ചിരുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള മധ്യസ്ഥ സംവിധാനമായി വിഗ്രഹങ്ങൾ മാറി തുടങ്ങി. വിഗ്രഹങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ദൈവമെന്നത് ദൂരെയുള്ളൊരു സങ്കല്പമായി മാറി തുടങ്ങിയിരുന്നു. പിന്നീട് ആ ജനതയ്ക്ക് പരലോകബോധം നഷ്ടമായി തുടങ്ങി. മരണാനന്തര ജീവിതം സങ്കല്പമാണെന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ അവരിലെ സദ്വൃത്തർ ഈ മഹാപതനം മനസ്സിലാക്കിയിരുന്നു. സംസംഗണറിൻ്റെ കാവലാളായി ഇടക്കാലത്ത് അവരോധിക്കപ്പെട്ട യമനികളായ ജർഹൂമി ഗോത്രമായിരുന്നു സംസംഗണറിനെ വിസ്മൃതിയിലേക്ക് നയിച്ചത്. അങ്ങനെ സംസംഗണർ ഉപയോഗശൂന്യമായി മാറി. ഇസ്മായിലിൻ്റെ രണ്ടാം ഭാര്യയുടെ രക്തബന്ധുക്കളായതുകൊണ്ടാണ് മക്കക്കാർ ജർഹൂമികളെ അംഗീകരിച്ചു പോന്നത്. ജർഹൂമികളുടെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾ തദ്ദേശവാസികളെ പ്രകോപിതരാക്കി. ജർഹൂമി ഗോത്രം മക്കയുടെ മണ്ണിൽ നിന്നും പിഴുതെറിയപ്പെടുന്ന സമയമായപ്പോൾ സംസംഗണർ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ മണ്ണിട്ട് മൂടിക്കൊണ്ടാണ് അവർ പോയത്. പിന്നീട് കാബയുടെ യജമാനന്മാരായത് ഇസ്മായിലി പാരമ്പര്യത്തിൽ തന്നെയുള്ള ഖുസാ എന്ന അറബ് ഗോത്രമായിരുന്നു. അവരും യമനികളായിരുന്നു. അവർ സംസംഗണർ കണ്ടെത്തുവാൻ ഒരു ശ്രമവും നടത്തിയില്ല. ഇസ്മായിലിൻ്റെ കാലം തൊട്ടേ മക്കയിൽ അനേകം കിണറുകൾ കുഴിക്കപ്പെട്ടിരുന്നതിനാൽ വിശുദ്ധ കിണറായ സംസം ഓർമ്മയായി മാറുകയാണുണ്ടായത്. ജർഹൂം ഗോത്രത്തെ പോലെ തന്നെ ഖുസാ ഗോത്രവും കാബയോട് അനീതിയാണ് കാണിച്ചത്. ഖുസാ ഗോത്രം അവരുടെ ഹുബൽ എന്ന വിഗ്രഹം കാബയുടെ അകത്ത് തന്നെ പ്രതിഷ്ഠിച്ചു. പിന്നീട് അത് മുഖ്യ വിഗ്രഹമായി മാറി. തൽക്കാലം ഞാൻ നിർത്തട്ടെ. മുഹമ്മദ് എന്ന ഈ പുസ്തകം പോസ്റ്റലായും നേരിട്ടും ലഭിക്കുന്നതിനായി നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 9544245970. ഇതിലേക്ക് മാത്രം വിളിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വായനയുടെ ലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.